നിങ്ങൾക്ക് കിട്ടുന്ന ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ കാലാവധി കഴിഞ്ഞുപോയി എന്നാണോ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി? ബാങ്ക് സമരമാണ്, അവധിയാണ് എന്നിങ്ങനെയാണോ ബാങ്ക് സ്റ്റാഫ് നിങ്ങൾക്ക് നൽകുന്ന മറുപടി? എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ലീഗലിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിപ്പോൾ പണം തരാനുള്ള ഒരാൾ അത് ചെക്കായിട്ട് തന്നു. കാലാവധി കഴിയാൻ 1-2 ദിവസം ഉള്ളപ്പോൾ ആ ചെക്ക് നിങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു. ബാങ്കിലെ പ്രോസസ്സിംഗ് എടുക്കുന്ന സമയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാങ്കുകാരുടെ ഭാഗത്തു നിന്നുള്ള ഡിലേ കൊണ്ട് ചെക്ക് മടങ്ങിയാൽ അതിന് ബാങ്ക് ആയിരിക്കും ഉത്തരവാദി. ഇത് സംബന്ധമായി സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ഒരു വിധി വന്നിട്ടുണ്ട്. കവിത ചൗധരി വേഴ്സസ് കാനറ ബാങ്ക്. ഈ കേസിൽ സുപ്രീം കോടതി ഇപ്രകാരമാണ് പറഞ്ഞത്: ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ചെക്ക് മാറുന്നതിൽ കാലതാമസം ഉണ്ടായി ആ ചെക്ക് പിന്നീട് മാറാൻ സാധിക്കാതെ വന്നാൽ ഉപഭോക്താവിനുണ്ടാകുന്ന, അതായത് നമ്മൾ ചെക്ക് നൽകുന്ന നമുക്കുണ്ടാകുന്ന നഷ്ടം ബാങ്ക് തന്നെ നൽകും. ഇതൊരു സേവന വീഴ്ചയായി കണക്കാക്കി ബാങ്ക് തന്നെ നൽകണം എന്നാണ് ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. എത്രയാണ് നൽകേണ്ടതെന്ന് പറഞ്ഞാൽ ചെക്ക് എമൗണ്ടിന്റെ 6% ഈ പറഞ്ഞ നഷ്ടം സംഭവിച്ച ആളിന് ഈ ബാങ്ക് നൽകേണ്ടി വരും. ഇത് ഏറ്റവും പുതിയ ഒരു വിധിയാണ്. നിങ്ങൾ ഇത്തരത്തിൽ നഷ്ടം സംഭവിച്ച വ്യക്തിയാണോ? എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ സുപ്രീം കോടതി വിധി ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺസ്യൂമർ കോടതിയെ സമീപിച്ച് ഈ ബാങ്കിന്റെ ഇത്തരത്തിലുള്ള സർവീസ് ഡെഫിഷ്യൻസി ചൂണ്ടിക്കാണിച്ച് ഉചിതമായ നിയമപരിഹാരം നേടാവുന്നതാണ്. ഇത്തരത്തിലുള്ള നിയമ അറിവുകൾക്കായി മിസ്റ്റർ ആൻഡ് മിസ്സസ് ലീഗൽ ചാനൽ ഫോളോ ചെയ്യുക.